പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആനന്ദത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദുഃഖിച്ച് കഴിയുന്ന, വേദനിച്ച് കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപബോധവും പശ്ചാത്താപവും നമുക്ക് നൽകുന്നു. ആ പാപബോധവും പശ്ചാത്താപവും ലഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നീട് അതിൻ്റെ മറുവശമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആനന്ദവും സന്തോഷവും കടന്നു വരുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് പാപബോധമുണ്ടാകുന്നു, പശ്ചാത്താപമുണ്ടാകുന്നു. ഈ പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുന്ന ഒരു വ്യക്തി പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പിന്നെ സന്തോഷമാണ്. കാരണം വലിയ സന്തോഷത്തിന് കാരണമാകുന്നത് ഈ പാപബോധത്തിൽ നിന്നും പശ്ചാത്താപത്തിൽ നിന്നുമാണ്. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവ തിരുസന്നിധിയിൽ സന്തോഷമുണ്ടാകുമെന്ന് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവസന്നിധിയിൽ സന്തോഷമുണ്ടാകും. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുതപിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പാപത്തിൻ്റെയൊക്കെ ക്ലാസ്സിനൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കുവാനായിട്ടുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ. സ്വയം ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് എടുക്കുന്നത്. അത് കഴിയുമ്പോൾ പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണമേ, കണ്ണീരോടും വിലാപത്തോടും കൂടെ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാമെന്ന് പറഞ്ഞുകൊണ്ട് പാപബോധവും പശ്ചാത്താപവും ഒക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവൻ്റെ ജീവിതത്തിൽ വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും ഉപേക്ഷയാലും എല്ലാം വന്നുപോയ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് അവൻ കുമ്പസാരക്കൂട്ടിൽ കടന്നു ചെന്ന് കുമ്പസാരക്കൂട്ടിൽ പാപിയെ രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ പുരോഹിതനിൽ കാത്തിരിക്കുന്ന ആ കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ പാപങ്ങളെല്ലാം ഒന്ന് ഏറ്റുപറയുമ്പോൾ, ആ ഹൃദയത്തിലെ പാപഭാരമെല്ലാം ഒന്ന് ഇറക്കി വയ്ക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വലിയ ആനന്ദമാണ്, വലിയ സന്തോഷമാണ്. വലിയ വലിയ ഭാരം ഉള്ളിൽ നിന്നും ഇറങ്ങിപ്പോയ അനുഭവം, വലിയ വലിയ ഭാരങ്ങൾ ഉള്ളിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയ അനുഭവത്തിൽ സന്തോഷിക്കുന്ന, ഹൃദയം സന്തോഷിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. സമൂഹത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വ്യക്തികൾക്കും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സംഭവിക്കാൻ കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവാണ് ഈ പാപബോധവും പശ്ചാത്തലവും നൽകുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി അനുതപിക്കുമ്പോൾ, എനിക്കിന്ന് വലിയൊരു തെറ്റുപറ്റിപ്പോയില്ല കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ, ഇനി ഞാൻ ആ മേഖലയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ നിന്ന് അനുതപിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം സന്തോഷിക്കുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷകനിൽ ഇങ്ങനെ പറയുന്നത്, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവസന്നിധിയിൽ സന്തോഷമുണ്ടാകും. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിന് പോലും ദൈവം സന്തോഷം, ദൈവം ആനന്ദത്തിൻ്റെ പരമാനന്ദത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവം. ആ ദൈവത്തിന് പോലും, ആ ദൈവ തിരുസന്നിധിയിലുള്ള ദൈവികത്തിൻ്റെ ദൂതന്മാർക്ക് പോലും ആനന്ദമുണ്ടാകും, സന്തോഷമുണ്ടാകും. ഈ ആനന്ദവും സന്തോഷവും അവിടെ മാത്രമല്ല, ഇത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈ പശ്ചാത്തപിച്ച് ആ നന്മയിലേക്ക്, വെളിച്ചത്തിലേക്ക്, ആ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുണ്ടാകും ആനന്ദമുണ്ടാകും, സന്തോഷമുണ്ടാകും. അത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ പറയപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ പറയപ്പെട്ട ആനന്ദം ഒഴുകിയെത്തുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അനുതപിക്കുന്ന പാപിയെക്കുറിച്ച്
ദൈവദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അനുദപിച്ച് ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. അനുദപിക്കുക, അനുദപിച്ച് ഒരു പുതിയ മനുഷ്യനായി മാറുക. അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് അവൻ ദൈവത്തിനുമുമ്പിൽ അനുദപിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരും. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയിൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം അവൻ്റെ ജീവിതത്തിലേക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ആ വരപ്രസാദം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെല്ലാം ഈ വരപ്രസാദത്തിലുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആനന്ദം, നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ട് ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം ആ സാഹചര്യത്തിൻ്റെ അനുസൃതമായ അവസ്ഥയിലാണ് സന്തോഷവും ആനന്ദവും പകർന്നു കൊടുക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ നിന്ദിച്ചും പരിഹസിച്ചും ഒക്കെ ജീവിക്കുന്നവരാണെങ്കിൽ, ഞാൻ മറ്റുള്ളവരുടെ സമ്പത്തൊക്കെ സ്വന്തമാക്കി മറ്റുള്ളവരെ തകർത്ത് അവരുടെ എല്ലാം അടിച്ചു മാറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതെല്ലാം ഒന്ന് ദൈവതിരുമുമ്പിൽ നിന്ന് അനുദപിച്ച് തിരികെ കൊടുക്കേണ്ടത് തിരികെ കൊടുക്കുവാനും ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുവാനും ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തൻ്റെ ആത്മാവിനെ അയക്കുകയും, പുറമേ സന്തോഷിച്ച് നടക്കുന്നുവെങ്കിലും ഉള്ളു മുഴുവൻ ദുഃഖമായിരിക്കും, ആ ഹൃദയത്തിലേക്ക് ആനന്ദം നൽകുകയും ആ വ്യക്തിയുടെ ജീവിതം ദൈവത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുകയും ചെയ്യും. നമുക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് പാപബോധവും പശ്ചാത്താപവും നൽകുന്നുവെന്നും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുമ്പോൾ, പാപത്തെക്കുറിച്ച് അനുദപിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്നും ആ സന്തോഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ ആനന്ദമായി ഞങ്ങളുടെ ജീവിതത്തിലും പരിണമിക്കുമെന്ന് അനുഭവത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സന്തോഷത്താൽ ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.